നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം പഞ്ചാശീതിതമ സർഗഃ 85-ാം സർഗം. 85-ാം സർഗത്തിലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഒന്നാമത്തെ ശ്ലോകം. ഏവമുക്തസ്തു ഭരതോ നിഷാദാധിപതിം ഗുഹം പ്രത്യുവാച മഹാപ്രാജ്ഞോ വാക്യം ഹേത്വർത്ഥസംഹിതം. ഊർജിത ഖലു തേ കാമാ കൃതോ മമ ഗുരോ സഖേ യോ മേ ത്വമീദൃശം സേനാം അഭ്യർച്ചയിതുമേച്ഛസി. ഇത്യുക്ത്വാ സ മഹാതേജ ഗുഹം വചനമുത്തമം അബ്രവീത് ഭരത ശ്രീമാൻ പന്ഥാനം ദർശയൻ പുനഃ. കതരേണ ഗമിഷ്യാമി ഭരദ്വാജാശ്രമം യഥാ ഗഹനോയം ഭൃശം ദേശോ ഗംഗാനൂപോ ദുരത്യയഃ. തസ്യ തദ്വചനം ശ്രുത്വാ രാജപുത്രസ്യ ധീമതഃ അബ്രവീത് പ്രാഞ്ജലിർഭൂത്വാ ഗുഹോ ഗഹനഗോചരഃ. ദാശസ്ത്വനുഗമിഷ്യന്തി ദേശജ്ഞാസു സമാഹിതാഃ അഹം ചാനുഗമിഷ്യാമി രാജപുത്രമഹാബലഃ. കച്ഛിന്ന ദുഷ്ടോ വ്രജസി രാമസ്യ ക്ലിഷ്ടകർമ്മണഃ ഇയം തേ മഹതീ സേന ശങ്കാം ജനയതീവ മേ. തമേവമഭിഭാഷന്തം ആകാശൈവ നിർമ്മലഃ ഭരതശ്ലക്ഷ്ണയാ വാചാ ഗുഹം വചനമബ്രവീത്. മാ ഭൂത്സകാലോ യത് കഷ്ടം ന മാം ശങ്കിതുമർഹസി രാഘവ സഖി മേ ഭ്രാതാ ജ്യേഷ്ഠപിതൃസമോ മതഃ. തം നിവർത്തയിതും യാമി കാകുൽസ്ഥം വനവാസിനം ബുദ്ധിരന്യാ നമേ കാര്യ ഗുഹസത്യം ബ്രവീമി തേ. 85-ാം സർഗത്തിലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകങ്ങളും ചൊല്ലി ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. ഗുഹൻ്റെ അപേക്ഷയെ മാനിച്ച് ഭരതൻ അന്ന് രാത്രി അവിടെ തങ്ങാമെന്ന് ഗുഹനോട് ഉറപ്പ് പറയുന്നു. ഗുഹൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കിടക്കാം, എന്നിട്ട് കാലത്തെ യാത്ര തിരിക്കാമെന്ന് സമ്മതിക്കുന്നു. ഇത് ഗുഹനെ വളരെയധികം സന്തുഷ്ടനാക്കുന്നു. ഇപ്പോൾ ഗുഹന് മനസ്സിലാകുന്നുണ്ട് ഭരതൻ രാമൻ്റെ ഏറ്റവും വലിയ ഭക്തനും ഏറ്റവും ബഹുമാനിക്കുന്ന ആളും ആണെന്ന്. അതുകൊണ്ട് ഭരതനോട് കൂടുതൽ സ്നേഹവാത്സല്യങ്ങൾ ഗുഹന് തോന്നുന്നു.
85-ാം സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം. ഏവമുക്തസ്തു ഭരതോ നിഷാദാധിപതിം ഗുഹം പ്രത്യുവാച ച മഹാപ്രാജ്ഞോ വാക്യം ഹേത്വർത്ഥസംഹിതം. ഒന്നുകൂടി ചൊല്ലാം ആ ശ്ലോകം. ഏവമുക്തസ്തു ഭരതോ നിഷാദാധിപതിം ഗുഹം പ്രത്യുവാച മഹാപ്രാജ്ഞോ വാക്യം ഹേത്വർത്ഥസംഹിതം. 85-ാം സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഇങ്ങനെ പറഞ്ഞത് കേട്ട മഹാപ്രാജ്ഞനായ ഭരതൻ നിഷാദാധിപതിയായ ഗുഹനോട് യുക്തിയും അർത്ഥവും ചേർന്ന വിധം മറുപടി പറഞ്ഞു. ശ്ലോകം 2. ഊർജിത ഖലു തേ കാമ കൃതോ മമ ഗുരോ സഖേ യോ മേ ത്വമീദൃശിം സേനാം അഭ്യർച്ചയിതുമേച്ഛസി. ശ്ലോകം 2ൻ്റെ അർത്ഥം: എൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്തെ, എൻ്റെ ഈ സേനയെ ആദരിക്കാൻ അങ്ങ് ഇച്ഛിക്കുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഇംഗിതം നിറവേറി കഴിഞ്ഞിരിക്കുന്നു. ശ്ലോകം 3. ഇത്യുക്ത്വാ സ മഹാതേജ ഗുഹം വചനമുത്തമം അബ്രവീത് ഭരത ശ്രീമാൻ പന്ഥാനം ദർശയൻ പുനഃ. ശ്ലോകം 3ൻ്റെ അർത്ഥം: മഹാതേജസ്വിയും ശ്രീമാനുമായ ഭരതൻ ഇപ്രകാരം ഉത്തമമായ വാക്കുകൾ ഗുഹനോട് പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ടുള്ള മാർഗത്തെ ചൂണ്ടി ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 4. കതരേണ ഗമിഷ്യാമി ഭരദ്വാജാശ്രമം യഥാ ഗഹനോയം ഭൃശം ദേശോ ഗംഗാനൂപോ ദുരത്യയഃ. ശ്ലോകം 4ൻ്റെ അർത്ഥം: ഏതു വഴിക്കാണ് ഭരദ്വാജാശ്രമത്തിലേക്ക് പോകേണ്ടത്? ഈ പ്രദേശം വളരെ ദുസ്തരമായിരിക്കുന്നു. ഗംഗാപ്രവാഹത്തെ കടന്നു കിട്ടുന്നത് അത്ര എളുപ്പമല്ലല്ലോ. ശ്ലോകം 5. തസ്യ തദ്വചനം ശ്രുത്വാ രാജപുത്രസ്യ ധീമതഃ അബ്രവീത് പ്രാഞ്ജലിർഭൂത്വാ ഗുഹോ ഗഹനഗോചരഃ. ശ്ലോകം 5ൻ്റെ അർത്ഥം: ധീമാനായ ആ രാജപുത്രൻ്റെ വാക്കുകൾ കേട്ടിട്ട് കൈകൂപ്പിക്കൊണ്ട് വനചരനായ ഗുഹൻ പറഞ്ഞു. ശ്ലോകം 6. ദാശാസ്ത്വനുഗമിഷ്യന്തി ദേശജ്ഞാസു സമാഹിതാഃ അഹം ചാനുഗമിഷ്യാമി രാജപുത്രമഹാബല. ശ്ലോകം 6ൻ്റെ അർത്ഥം: ദേശജ്ഞരും നന്നായി തയ്യാറെടുത്തവരുമായ ദാസന്മാർ അങ്ങയെ അനുഗമിക്കും. മഹാബലനായ രാജപുത്ര, ഞാനും അങ്ങയെ അനുഗമിക്കുന്നുണ്ട്. ശ്ലോകം 7. കച്ഛിന്ന ദുഷ്ടോ വ്രജസി രാമസ്യ ക്ലിഷ്ടകർമ്മണഃ ഇയം ദേ മഹതി സേന ശങ്കാം ജനയതീവ മേ. ശ്ലോകം 7ൻ്റെ അർത്ഥം: എന്തും അക്ലിഷ്ടമായി ചെയ്യാൻ കഴിവുള്ള രാമന് യാതൊരഹിതവും കരുതാത്തവനായിട്ടാണ് അങ്ങ് എത്തിയിരിക്കുന്നതെന്ന് കരുതിക്കൊള്ളട്ടെ. ഈ വൻപിച്ച സേനയാണ് എന്നിൽ ആശങ്കയുളവാക്കുന്നത്. ഗുഹന് ഭരതനെ വിശ്വാസമായെങ്കിലും ഈ വൻപിച്ച സേനയെ കാണുമ്പോൾ ഏതുദ്ദേശത്തിലാണ് ഭരതൻ വന്നിരിക്കുന്നതെന്ന് ചെറിയ സംശയവും തോന്നുന്നുണ്ട്. ശ്ലോകം 8. തമേവമഭിഭാഷന്തം ആകാശ ഇവ നിർമ്മലഃ ഭരതശ്ലക്ഷ്ണയാ വാച ഗുഹം വചനമബ്രവീത്. ശ്ലോകം 8ൻ്റെ അർത്ഥം: ആകാശതുല്യം നിർമ്മലനായ ഭരതൻ ഇപ്രകാരം പറയുന്ന ഗുഹനോട് മൃദുലമായ വാക്കുകളിൽ പറഞ്ഞു. ശ്ലോകം 9. മാ ഭൂത്സകാലോ യത് കഷ്ടം ന മാം ശങ്കിതുമർഹസി രാഘവ സഹിമേ ഭ്രാത ജ്യേഷ്ഠപിതൃസമോ മതഃ. ശ്ലോകം 9ൻ്റെ അർത്ഥം: എന്നെ താങ്കൾ സംശയിക്കരുത്. അപ്രകാരമുള്ള ദുഷ്കാലം വരാതിരിക്കട്ടെ. രാഘവൻ എൻ്റെ ജ്യേഷ്ഠഭ്രാതാവും എനിക്ക് പിതൃതുല്യനും ആണ്. ശ്ലോകം 10.
തം നിവർത്തയിതും യാമി കാകുൽസ്ഥം വനവാസിനം ബുദ്ധിരന്യാ നമേ കാര്യ ഗുഹസത്യം ബ്രവീമി തേ. ശ്ലോകം 10 അർത്ഥം: വനവാസിയായ ആ കാകുൽസ്ഥനെ തിരികെ കൊണ്ടുവരുന്നതിനാണ് ഞാൻ പോകുന്നത്. മറ്റൊരു തരത്തിലുമുള്ള ആശങ്ക ഭവാന് ഉണ്ടാകരുത്. ഗുഹ, ഞാനീ പറയുന്നത് സത്യമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.